നമസ്കാരം. കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോയി വന്നാലോ? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ദർശനം നടത്തി 3 നേരം പ്രസാദവും കഴിച്ച് ഒരു ദിവസം സ്റ്റേ ഉൾപ്പെടെയാണ് ഈ യാത്ര. മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോകുന്ന എല്ലാ മലയാളികളും അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിങ്കളാഴ്ച കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങി ചൊവ്വാഴ്ച അമ്മയുടെ സന്നിധിയിലെത്തി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് തൊട്ടടുത്ത ദിവസം അതായത് ബുധനാഴ്ച തിരിച്ചു മടക്കയാത്ര, വ്യാഴാഴ്ച നമ്മൾ നാട്ടിലെത്തുന്ന രീതിയിലാണ് ഈ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്നുമാണ്. ട്രെയിൻ നമ്പർ 163-34 വെരാവൽ എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. തിങ്കളാഴ്ചകളിലായി മാത്രം തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും വൈകുന്നേരം 3:45 പുറപ്പെടുന്ന ട്രെയിൻ കൊല്ലത്തൊരു വൈകിട്ട് 4:45 എത്തുന്നതാണ്. ട്രെയിൻ മാർഗം മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ബൈന്ദൂർ മൂകാംബിക റോഡാണ്. കൊല്ലത്തു നിന്നും ബൈന്ദൂർ വരെ സ്ലീപ്പറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 425 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. സ്ലീപ്പർ യാത്ര നല്ലതായിരുന്നു. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിൽ നിന്ന് മൂകാംബിക വരെ പോകാൻ സ്ലീപ്പർ യാത്ര നല്ല സൗകര്യമാണ്. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ സ്ലീപ്പറിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ രാത്രി യാത്ര കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ 7:30 നമ്മൾ ബൈന്ദൂരെത്തി. സ്റ്റേഷനിൽ നിന്നും ഏകദേശം 800 മീറ്റർ നടന്നാൽ ബസ് സ്റ്റാൻഡ് എത്തും. നടക്കാൻ പറ്റുന്നവർക്ക് ഈസിയായി നടന്നു പോകാം. ഇനി അതല്ല ഓട്ടോയ്ക്കാണെങ്കിൽ 40 രൂപ കൊടുത്താൽ മതി കേട്ടോ. സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഓട്ടോയും ടാക്സിയും ഒക്കെ ഉണ്ട്. നമ്മൾ ബസ് കയറിയാണ് പോകുന്നത്. ബസ് കയറിയാൽ നമുക്ക് 30 കിലോമീറ്റർ യാത്രയുണ്ട് ക്ഷേത്രം വരെ. 43 രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ്. രാവിലെ 7:45 ആയപ്പോൾ ബസ് കയറി 9 മണി ആയപ്പോഴേക്കും മൂകാംബിക ബസ് സ്റ്റാൻഡിൽ നമ്മളെത്തി. ഇവിടുന്ന് ഒരു 400 മീറ്റർ നടന്നാൽ ക്ഷേത്രമായി. ക്ഷേത്രത്തിന് വളരെ അടുത്തായി തന്നെയുള്ള ജഗദാംബിക ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ ക്ഷേത്ര ദർശനത്തിനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ജഗദാംബിക ഗസ്റ്റ് ഹൗസിലെ നമ്മുടെ ഈ സ്റ്റേ. ഡബിൾ റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 500 രൂപയാണ്. 9 മണി മുതൽ രാവിലെ ചെക്ക് ഇൻ ടൈം തുടങ്ങും. തൊട്ടടുത്ത ദിവസം രാവിലെ 9 മണിക്ക് മുമ്പ് റൂം ചെക്കൗട്ട് ചെയ്യണം. റൂമും ബാത്റൂമും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ്. ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ വെള്ളമാണ്. നല്ല അടിപൊളി ശുദ്ധമായ വെള്ളമാണ്. കുളിക്കാനൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ. ഇനി കുടിക്കാനാണെങ്കിൽ നമുക്ക് ധാരാളം വെള്ളം ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ആവശ്യത്തിലധികം നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. നല്ല ചൂട് വെള്ളവും നല്ല തണുത്ത വെള്ളവും പിന്നെ നോർമലും എല്ലാം ഇവിടെ ഉണ്ട്. ഇനി സ്റ്റേ വേണ്ടാത്തവർക്ക് ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ ലഗേജ് സൂക്ഷിക്കാനും ഫ്രഷ് ആവാനും വെവ്വേറെ സംവിധാനവുമുണ്ട്. റൂമിൽ വന്ന് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ ആദ്യം പോകുന്നത് സൗഭർണിക നദിയിലേക്കാണ്. ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. എന്നാലും 40 രൂപ കൊടുത്ത് ഓട്ടോയ്ക്ക് പോകുവാണ്. ഇവിടെ ഓട്ടോ എപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. സൗഭർണിക നദിയിലെത്തിയാൽ കുളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ നദിയിൽ ധാരാളം മീനുകളുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കൈകളിൽ കരുതി വെച്ചാൽ മീന് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊരി ഉണ്ടായിരുന്നു, ഞാൻ അത് കൊടുത്തു കേട്ടോ. സൗഭർണിക നദിയിൽ കുളിച്ചതിന് ശേഷം അവിടെ തൊട്ടടുത്തായി ഒരു ഗണപതി കോവിലുണ്ട്. വിനായക ഭഗവാന് ഇവിടെ എത്താൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞിട്ട് നേരെ കിഴക്കേ നട വഴി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ സമീപത്തായി ഒരു ബലമുറി ഗണപതി ഭഗവാന്റെ കൊച്ചു ക്ഷേത്രമുണ്ട്. അവിടെയും ഭഗവാൻ വിനായകനോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മയുടെ 2 ദ്വാരപാലകരെ ഇടതും വലതുമായി കാണാൻ സാധിക്കും. ആ 2 ദ്വാരപാലകരെയും തൊഴുത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നേരെ ദീപസ്തംഭം കൊടിമരം വന്ദിച്ച് അമ്മയുടെ സന്നിധിയിലേക്ക്. അവിടെ അമ്മയും അമ്മയുടെ വാഹനമായ സിംഹവാഹിനിയുമുണ്ട്. മനസ്സു നിറഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ച് സിംഹവാഹിനിയെ വന്ദിച്ച് നന്ദി പറഞ്ഞ് വലം വെച്ച് വരുമ്പോൾ ഒരു കുഞ്ഞു ഗണപതി ഭഗവാനെ കാണാം. ഭഗവാൻ വിനായകനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ശ്രീകോവിലിൽ നേരെ പുറകിൽ പടിഞ്ഞാറേ ഭാഗത്ത് ശങ്കരാചാര്യ സ്ഥാനത്തെത്തി ആചാരവന്ദനവും ഗുരുവന്ദനവും നടത്തി നമുക്ക് 4 അമ്പല ദർശനം പൂർത്തിയായി പുറത്തേക്കെത്താം. അത് കഴിഞ്ഞാൽ ഉപദേവതാമൂർത്തിയായ സുബ്രഹ്മണ്യ ഭഗവാനെ ദർശിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിന് നേരെ പുറകിലെത്തി പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖ ഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കിടാരമണനെയും ദർശിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീരഭദ്ര ദർശനം നടത്തേണ്ടത്. വീരഭദ്ര ഭഗവാനെ ദർശിക്കുമ്പോൾ ഈ ദർശനം മുഴുവനായും പൂർണ്ണമായ അനുഗ്രഹങ്ങൾക്കുള്ളതാകണമെന്നും പൂർണ്ണമായി രക്ഷ നൽകണമെന്നും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് സരസ്വതി മണ്ഡപത്തിലെത്തി ഭഗവതി സരസ്വതിയെ വന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ആദ്യാക്ഷരം കുറിക്കാവുന്നതാണ്.
നമ്മൾ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ മാക്സിമം ശനി ഞായർ ദിവസങ്ങളും പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളും ഒഴിവാക്കി വരാൻ ശ്രമിച്ചാൽ വലിയ തിരക്കില്ലാതെ നല്ലൊരു ദർശനം നമുക്ക് ലഭിക്കും. നമ്മൾ 10 മണിക്കാണ് ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. ഇവിടെ ഫ്രീ ക്യൂ ഉണ്ട്. കൂടാതെ 100 രൂപ ദർശനവും 2 പേർക്ക് 500 രൂപ ദർശനവും അങ്ങനെയുമുണ്ട്. നമ്മൾ ഫ്രീ ക്യൂ ആണ് നിൽക്കുന്നത്. നമ്മൾ 10 മണിക്ക് ക്യൂവിൽ നിന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഫ്രീ ക്യൂവിൽ തന്നെ നമുക്ക് വേഗത്തിൽ ദർശനം ലഭിച്ചു. നമ്മുടെ ഒന്നാമത്തെ ദർശനമായിരുന്നു അത്. ദർശനത്തിന് ശേഷം ക്ഷേത്ര കൗണ്ടറുകളിൽ നിന്ന് രാവിലത്തെ പ്രസാദമായി ത്രിമധുരം നമുക്ക് മേടിക്കാം. 50 രൂപയാണ്. എന്നിട്ട് കുറച്ചധികം നേരം അമ്മയുടെ സന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ അമ്മയുടെ സന്നിധിയിൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെയും രാത്രി 8 മണി മുതൽ 9:30 വരെയും അമ്മയുടെ അന്നപ്രസാദമുണ്ട്. നമ്മുടെ രണ്ടാമത്തെ പ്രസാദം ഇവിടെ ഉച്ചയ്ക്കുള്ള അമ്മയുടെ അന്നദാനമാണ്. അത് കഴിക്കാനായി നേരെ അന്നപ്രസാദ ഡൈനിങ് ഹാളിലേക്ക് പോകുകയാണ്. നല്ല ചൂട് ചോറും മോരും കറിയും തോരനും അച്ചാറും ഒക്കെ കഴിച്ചങ്ങോട്ട് കഴിയുമ്പോൾ നല്ല ചൂട് പായസം നമുക്ക് കിട്ടും. അതും കഴിച്ച് കുറച്ച് നേരം നമ്മളിങ്ങനെ വയറ് നിറഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ പുറത്തിറങ്ങി ക്ഷേത്രത്തിലൊക്കെ ഒന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കും. വൈകിട്ട് 3 മണിക്ക് അമ്പലം തുറക്കുമ്പോൾ നമ്മൾ വീണ്ടും ദർശനത്തിന് പോകും. 3 മണി മുതൽ 9 മണി വരെയുള്ള ദർശന സമയങ്ങളിൽ നമ്മൾ 2 വട്ടമായി അമ്മയുടെ സന്നിധിയിൽ ദർശനം നടത്തി. ഇതിൽ വൈകിട്ട് 3 മണി തൊട്ട് 4:30 വരെയുള്ള ആ ഒരു സമയം ഒട്ടും തിരക്കുണ്ടാവില്ല. നല്ലതുപോലെ തന്നെ നമുക്ക് അമ്മയുടെ ദർശനം കിട്ടുന്നതാണ്. എന്തായാലും രാത്രി 9 മണിക്ക് ക്ഷേത്രം അടയ്ക്കൂ. അതുവരെ നമ്മൾ അമ്മയുടെ സന്നിധിയിൽ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിൽ ധാരാളം ഹോട്ടലുകളുണ്ട്. ഭക്ഷണം കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇവിടെയില്ല. നമ്മൾ വൈകുന്നേരം ചായയും സ്നാക്സും പിന്നെ ആവശ്യമുള്ള ഫുഡൊക്കെ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇവിടുത്തെ ചായ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. സാധനങ്ങൾക്ക് ഒരുപാട് പൈസയും അല്ല, എന്നാൽ തീരെ കുറവുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നിട്ട് നേരെ വീണ്ടും അമ്മയുടെ സന്നിധിയിലേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ദീപസ്തംഭം കത്തിക്കുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അത് ഇവിടെ തന്നെ വന്ന് നിന്ന് അറിഞ്ഞ് ഫീല് ചെയ്യേണ്ട ഒരു ദൈവീകപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. നമ്മൾ മൂന്നാമത് അമ്മയുടെ സന്നിധിയിൽ ദർശനം നടത്താനായിട്ട് കയറിയത് രാത്രി 7:30 കേട്ടോ. അത്യാവശ്യം തിരക്കുള്ള ഒരു സമയമാണ്, എന്നാൽ വലിയ തിരക്കൊന്നുമല്ല. ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിലിരുന്ന് ഈ സമയം രഥം പുറത്തേക്ക് കൊണ്ടുപോകുന്നതും രഥം വലിക്കുന്ന കാഴ്ചയും അമ്മയുടെ ശീവേലിയൊക്കെ കൊണ്ട് ആ തിരുസന്നിധിയിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലും ആ ഒരു സുഖവും അത് വാക്കുകൾക്കും അപ്പുറമാണ്. രാത്രി 8:45 കൊടുക്കുന്ന പ്രധാന പ്രസാദമായ കഷായമാണ് നമ്മുടെ മൂന്നാമത്തെ പ്രസാദം. രാവിലെ ത്രിമധുരം, ഉച്ചയ്ക്ക് അന്നപ്രസാദം, പിന്നെ അതേ ഇപ്പോൾ രാത്രി കഷായവും കുടിച്ച് 9 മണിക്ക് അമ്പലം അടച്ച ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിന് തിരിച്ചിറങ്ങിയത്. അതുവരെ അമ്മയുടെ സന്നിധിയിലായ, അതായത് മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ ആ സ്വർണ്ണരഥത്തിലുള്ള കാഴ്ചകളും അത് വലിച്ചുകൊണ്ട് പോകുന്നതും അതിൻ്റെ കൂടെ പോകാൻ സാധിക്കുന്നതും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ സന്നിധിയിൽ ചെയ്തതിന് ശേഷമാണ്, ക്ഷേത്രം അടച്ചതിന് ശേഷമാണ് ആ തിരുസന്നിധിയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മുടെ ഈ ഒരു മൂകാംബിക യാത്ര പൂർണ്ണമായും അമ്മയുടെ സന്നിധിയിൽ തന്നെ ആയിരുന്നു. നമ്മൾ വേറെ എങ്ങും പോയിട്ടില്ല കേട്ടോ. ഈ പറയുന്ന നമ്മുടെ ഈ കുടജാത്രി ട്രക്കിങ്ങിന് പോലും, അല്ലെങ്കിൽ ആ ഒരു ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലത്ത് പോലും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ ഒരു ദർശനം അമ്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇനി മറ്റൊരു മൂകാംബിക യാത്രയിൽ ഉറപ്പായി നമ്മൾ കുടജാത്രി യാത്ര ചെയ്യും. എൻ്റെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം അമ്മയുടെ സന്നിധിയിൽ ഇരിക്കാവോ അത്രയും സമയം അമ്മയുടെ സന്നിധിയിലിരുന്ന് ആ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഏതൊക്കെ സമയത്താണോ എനിക്ക് ദർശനം അമ്മ തരാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാകുന്നത് മാക്സിമം ദർശനം മേടിക്കുക, അമ്മയുടെ കൂടെ ഇരിക്കുക, അത്രയേ ഉള്ളായിരുന്നു ആഗ്രഹം. ആ ഒരു ആഗ്രഹം വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അമ്മയുടെ ഈ തിരുസന്നിധിയിൽ വെച്ച് എനിക്ക് നടത്താനായി അമ്മയുടെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് എനിക്കത് നടന്നു. കൂടുതൽ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല പറയാൻ. ഇവിടുത്തുള്ള എല്ലാ ദൈവങ്ങളെയും നന്ദി പറഞ്ഞ് വന്ദിച്ച് വീണ്ടും എനിക്ക് അമ്മയുടെ സന്നിധിയിൽ എത്താനും ഞാൻ എൻ്റെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമ്മയുടെ സന്നിധിയിൽ എത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ തിരുസന്നിധിയിൽ എത്താനും കൂടി വേണ്ടിയിട്ട് അമ്മയടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ റൂമിൽ പോയി സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ അതിരാവിലെ എഴുന്നേൽക്കണം. അതായത് ബുധനാഴ്ച അതിരാവിലെ എഴുന്നേൽക്കണം. പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രം തുറക്കുമ്പോൾ അമ്മയുടെ ദർശനത്തിനായി നമുക്ക് എത്തണം. നമ്മുടെ മടക്കയാത്ര ബുധനാഴ്ചയാണ്. അങ്ങനെ ബുധനാഴ്ച പുലർച്ചെ തന്നെ നമ്മൾ കുളിച്ച് സെറ്റായി റൂം ചെക്കൗട്ടാക്കിയാണ് ദർശനത്തിന് പോകുന്നത്. നമ്മുടെ ബാഗ് നമ്മൾ സ്റ്റേ ചെയ്തെടുത്ത് തന്നെ ക്ലോക്ക് റൂമിൽ വെച്ചു. എന്നിട്ട് നേരെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി. 4ാമത്തെ ദർശനം. ഈ വട്ടം 2 വട്ടം അമ്മയെ തൊഴുതു. തിരക്ക് വളരെ കുറവായിരുന്നു. മനസ്സ് നിറഞ്ഞു.
മൂകാംബിക ദർശനത്തിനായി എത്തിയിട്ട് വീണ്ടും ഇവിടേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇതുവരെയും അമ്മയുടെ ഈ തിരുസന്നിധിയിൽ എത്താൻ ആഗ്രഹിച്ചിട്ട് എത്താൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടും മനസ്സ് നിറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ ഈ തിരുസന്നിധിയിലേക്ക് എത്താനായി സാധിക്കട്ടെ. കൂടുതൽ വാക്കുകളൊന്നും എനിക്ക് പറയാനായി കിട്ടുന്നില്ല. വളരെയധികം സമാധാനവും സന്തോഷപരമായി ഒരു അന്തരീക്ഷത്തിൽ കൂടെ ഈ ഒരു ദർശന പുണ്യം എനിക്ക് നടത്താനായി സാധിച്ചതിൽ സർവേശ്വരനായ എല്ലാ ദൈവങ്ങളോടും എല്ലാ ദേവിമാരോടും ഭഗവതിമാരോടും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും ഈ തിരുസന്നിധിയിൽ എത്താനായിട്ട് എല്ലാവരും എന്നെ ഒരുപോലെ സഹായിക്കട്ടെ. അവർക്ക് വീണ്ടും നന്ദി പറയുകയാണ്. എൻ്റെ ധർമ്മദേവതകൾക്കും കുലദേവതകൾക്കും പരദേവതകൾക്കും പൂർവികർക്കും നന്ദി പറഞ്ഞ് അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. വീണ്ടും നമ്മുടെ കുലദേവതകളും പരദേവതകളും പൂർവികരും നമ്മൾ വിളിക്കുന്ന എല്ലാ ദൈവങ്ങളും നമ്മുടെ ദേശദൈവങ്ങളും എല്ലാം അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്താൻ നമ്മളെ എല്ലാവരെയും വീണ്ടും 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 അനുഗ്രഹിക്കട്ടെ. ഈ ഒരു മൂകാംബിക ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഏതൊരു ചെറിയ കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, വീഡിയോ കാണാത്ത എല്ലാവർക്കും ഭഗവതി മൂകാംബിക അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ബൈന്ദൂർ സ്റ്റേഷനിൽ നമുക്ക് എത്തണം. ബുധനാഴ്ചകളിൽ മാത്രമായി ബൈന്ദൂർ സ്റ്റേഷനിൽ വരുന്ന ട്രെയിൻ നമ്പർ 192-60 ട്രിവാൻഡ്രം നോർത്ത് എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. സ്ലീപ്പറിൽ തന്നെയാണ്. 425 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നുപോവല്ലേ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.